അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചരിത്രത്തിൻ്റെ ഒരു വലിയ ദശാസന്ധിയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. മലയാളത്തിൻ്റെ വായനയും വായനാ സംസ്കാരവും ഈ AI യുഗത്തിലും എവിടെ എത്തി നിൽക്കുന്നുവെന്ന് സാമൂഹിക നിരീക്ഷകർ പരിശോധിക്കുന്ന ഒരു കാലത്ത് സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രതലങ്ങൾ വികസിക്കുകയും ചില പ്രതലങ്ങളെല്ലാം ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്ത് അക്രമ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപകമായ കടന്നുവരവും യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്ത് മനുഷ്യ നാഗരികതയുടെ അന്തർപ്രവാഹമായി നാം കണക്കാക്കുന്ന അറിവ്, ആ അറിവിൻ്റെ പുരോഗതി, അതിൻ്റെ പുരോയാനം, വായന അതെവിടെ നിൽക്കുന്നു എന്ന ഒരു പരിശോധന അനിവാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ബഹുസ്വരതയുടെ, ബഹു അറിവുകളുടെ, ബഹുവർണ്ണത്തിൻ്റെ, ബഹുമതങ്ങളുടെ നാടാണ് ഇന്ത്യ. ഇന്ത്യയിൽ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ അറിവിൻ്റെ വ്യാപനം കൊണ്ടും നവോത്ഥാനത്തിൻ്റെ ശക്തമായ കടന്നുവരവ് കൊണ്ടും ശ്രദ്ധേയമായ സംസ്ഥാനമാണ് കേരളം. പ്രകൃതി ഭംഗി കൊണ്ടും കടലോരവും സഹ്യപർവ്വത നിരകൾ കൊണ്ട് പ്രകൃതിയാൽ സമ്പന്നമായ ഒരു പ്രദേശം. ആ കേരളത്തിന് പ്രത്യേകവും സവിശേഷവുമായ ഒരു സാമൂഹികതയുണ്ട്. അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ വ്യാപനത്തിൻ്റെ, സാംസ്കാരികമായ അടയാളങ്ങളുടെ, പോരാട്ടത്തിൻ്റെ, അധിനിവേശത്തിൻ്റെ, അതിൻ്റെ എല്ലാം ചരിത്രം കേരളീയ നവോത്ഥാനത്തിൻ്റെ കൂടി ചരിത്രമാണ്. കേരളീയ നവോത്ഥാനം അത്ഭുതകരമായ ഒരു പ്രതിഭാസമായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു വലിയ പോരാട്ടം, അത് അറിവിലൂടെയാണ് ആ പോരാട്ടം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ആത്മീയവും രാഷ്ട്രീയവും വൈജ്ഞാനികവുമായ നവോത്ഥാന പരിശ്രമങ്ങളാണ് കേരളത്തിലുണ്ടായത്. കേരളീയ നവോത്ഥാനം വായിച്ചാൽ തീരാത്തൊരു ചരിത്രമാണ്. അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും വിവിധങ്ങളായിട്ടുള്ള സമസ്യകളെ പൂരിപ്പിക്കുന്ന പുതിയ പുതിയ സാധ്യതകൾ തുറന്നേകുന്ന പ്രവർത്തനമായിരുന്നു കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഐക്യസംഘം, നിഷ്പക്ഷ സംഘം എന്നീ 2 വിഭാഗങ്ങളെ, 2 മുന്നേറ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അന്ധവിശ്വാസങ്ങളുടെ വിഭാടനത്തിനും അറിവിൻ്റെ സംസ്ഥാപനത്തിനും വേണ്ടി നിഷ്പക്ഷ സംഘവും ഐക്യസംഘവും ഉണ്ടായി. നിഷ്പക്ഷ സംഘത്തേക്കാൾ കുറച്ചുകൂടി സംഘടിതമായിരുന്നു ഐക്യസംഘം. ഐക്യസംഘം അജണ്ടകൾ തീരുമാനിച്ചു, അജണ്ടകൾ പരിഷ്കരിച്ചു. കാലികമായ അജണ്ടകളെ തീരുമാനിക്കുകയും നവോത്ഥാനത്തിൻ്റെ വിശാലമായ ആകാശത്തേക്ക് കേരളീയ സമൂഹത്തെ ഉയർത്തുകയും ചെയ്ത ഒരു വലിയ വെളിച്ചത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഐക്യസംഘത്തിൻ്റെ കാലം. അന്ന് ഐക്യസംഘത്തിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചത് ലൈബ്രറികൾ സ്ഥാപിക്കണം എന്നാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ലൈബ്രറികൾ സ്ഥാപിക്കുക, അക്ഷരത്തെ, വായനയെ, ആദർശത്തെ, ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തെ, ഏറ്റവും സുവ്യക്തമായ ഇസ്ലാമിക അധ്യാപനമായ തൗഹീദിനെ കേരളക്കരയിൽ കൂടുതൽ ശക്തമായി സ്ഥാപിക്കുക, അതിൻ്റെ പ്രചാരണ പ്രബോധന സംരംഭങ്ങൾക്ക് ആക്കം കൂട്ടുക, അതിന് അറിവിൻ്റെയും പ്രമാണത്തിൻ്റെയും പിൻബലമേകുക എന്നതായിരുന്നു ഐക്യസംഘത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യം ശക്തമായി നിർവഹിച്ചു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള ആശയപരമായ പോരാട്ടങ്ങളുണ്ടായി. അറിവ് ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ ഇറങ്ങി, അച്ചടികൾ ഇറങ്ങി, മാധ്യമ ലോകം സമ്പന്നമായി. അറിവിൻ്റെ അത്ഭുതങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ട അന്ധവിശ്വാസി സമൂഹം ചുരുങ്ങുകയും വിശ്വാസത്തിൻ്റെ തെളിമയിലേക്ക് വലിയൊരു സമൂഹം കടന്നു വരുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ യാത്ര 1975 എത്തി നിൽക്കുമ്പോൾ ആ അക്ഷരയാത്രയ്ക്ക് ഒരു പുതിയ സൂര്യോദയമുണ്ടായി. അതിൻ്റെ പേരായിരുന്നു ഷബാബ്. റഷീദ് റിളയിൽ നിന്ന്, മുഹമ്മദ് അബ്ദുവിൽ നിന്ന് എല്ലാം സ്വീകരിച്ചിട്ടുള്ള മഖ്തി തങ്ങളുടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, മായിൻ ഹമദാനി തങ്ങളുടെ അങ്ങനെയുള്ള ധീരരായ, ഉജ്ജ്വലരായ, ആശയപരമായ ഉൾക്കരുത്തുള്ള 100 കണക്കിന് പണ്ഡിതവര്യന്മാരുടെയും പ്രബോധകന്മാരുടെയും സ്വപ്നമായിരുന്നു ഒരു വലിയ അക്ഷരമുന്നേറ്റം എന്ന് പറയുന്നത്.
അത് പല വിധത്തിലുണ്ടായിരുന്നെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംഘടിതമായ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1975 ഷബാബ് എന്ന വാരിക നിലവിൽ വന്നു. എന്താണ് ഷബാബ്? ഭാഷാപരമായി യുവത്വം എന്ന് അർത്ഥം വരുന്ന ഷബാബ് കേരളീയ സാമൂഹികതയുടെ അതിർവരമ്പിലൂടെ സഞ്ചരിച്ചു. കേരളീയ സാമൂഹികതയുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിച്ചു. അങ്ങനെ സമൂഹത്തിൻ്റെ നാഗരികമായ വളർച്ചയ്ക്കും നവോത്ഥാനപരമായ മുന്നേറ്റത്തിനും അക്ഷരജ്ഞാനത്തിൽ അധിഷ്ഠിതമായ പരിവർത്തനോന്മുഖമായ വിപ്ലവമാണ് ഷബാബ് സൃഷ്ടിച്ചെടുത്തത്. അതിൻ്റെ പിന്നിൽ കിടയറ്റ സമുജ്വലരായ നേതൃത്വമുണ്ടായിരുന്നു. നവോത്ഥാനത്തിൻ്റെ വെളിച്ചമേറ്റുവാങ്ങിയ സർഗാത്മകതയുടെ പ്രഭയുള്ള ആശയ ഗാംഭീര്യമുള്ള ഒരു വലിയ നേതൃത്വം ഷബാബിനുണ്ടായി. ഷബാബ് ആരംഭിക്കുമ്പോൾ വളരെ ഏറ്റവും പരിമിതമായ സാങ്കേതികമായ അവസ്ഥയിലാണ് ഷബാബ് ആരംഭിച്ചത്. എന്നാൽ അതിൻ്റെ ആദ്യത്തെ എഡിറ്റോറിയൽ മുതൽ പി മുഹമ്മദ് കുട്ടശ്ശേരി അതിൻ്റെ ആദ്യ ലേഖനം എഴുതുന്ന സമയം മുതൽ ഇന്ന് 2026 ഏപ്രിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയം വരെ ഷബാബ് അതിൻ്റെ പ്രഭ പ്രസരിപ്പിച്ച് ലക്ഷോപലക്ഷം വരുന്ന വായനക്കാരിലേക്ക് അതെത്തി. കേരളീയ സാമൂഹികത മാത്രമല്ല, ലോകത്തിൻ്റെ രാഷ്ട്രീയം, ലോകത്തിൻ്റെ നാഗരികത, ലോകത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ സംസ്കാരം, കീഴ്മേൽ മറിയുന്ന ലോകത്തിൻ്റെ പല ഇസങ്ങൾ, മുന്നോട്ട് വരുന്ന പുതിയ ആശയപരമായ ഉദയങ്ങൾ, ചരിത്രത്തിൻ്റെ ഉത്ഥാന പതനങ്ങൾ, ചരിത്രത്തിൻ്റെ ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ, ഇവിടെയെല്ലാം ഒരു വാരികയുടെ നിലപാട്, ഇസ്ലാമിക അടിത്തറയുള്ള ഇസ്ലാമിക സംസ്കൃതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രമാണബന്ധിതമായി നിലപാട് പറയാൻ ഒരു വാരികയ്ക്ക് 50 വർഷം സാധിച്ചു എന്നത് പ്രിയപ്പെട്ടവരെ അത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ ആഴ്ചയിലും നൂറുകണക്കിന് അക്ഷരങ്ങൾ, വിവിധങ്ങളായ ആശയങ്ങൾ ക്രമം തെറ്റാതെ അണമുറിയാതെ കേരളീയ സാമൂഹികതയ്ക്ക് വെളിച്ചം പകർന്നുകൊണ്ടാണ് ഷബാബ് മുന്നോട്ട് പോയത്. കേരളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, ചരിത്രകാരന്മാർ, ബുദ്ധിജീവികൾ, സോഷ്യോളജിസ്റ്റുകൾ, കേരളത്തിലെ അറിയപ്പെടുന്ന വിശ്വകരന്മാർ, കേരളത്തിൻ്റെ സാമൂഹികതയിൽ സുപ്രതിഷ്ഠിതമായ അധ്യായം ചേർത്തുവെച്ച പലരും ഷബാബിൻ്റെ താളുകളിൽ എഴുതി അവരുടെ ചിന്തകൾ പകർന്നേകി. അതുകൊണ്ട് ആ ചിന്തകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ആ ആശയങ്ങളെത്തി. ഷബാബിൻ്റെ ഏറ്റവും പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുക എന്നതായിരുന്നു. അത് ഒരിക്കലും വൈയക്തികമോ അല്ലെങ്കിൽ അക്രമോത്സുകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നോ അല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രമാണബന്ധിതമായ ആശയമാണ് തൗഹീദ്, ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം. ലോകത്ത് മനുഷ്യൻ്റെ പ്രാർത്ഥനകളും അർത്ഥനകളും അർപ്പിക്കേണ്ടത് ഏകനായ നാഥനോടാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ആശയത്തെ, പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ ഇന്നോളം വരെയുള്ള ഷബാബിൻ്റെ താളുകൾ വിവിധങ്ങളായ ഉദ്ധരണികളിലൂടെ, വിവിധങ്ങളായ ചിന്തകളിലൂടെ, വിവിധങ്ങളായ കൈവഴികളിലൂടെ ഒരു സമൂഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. ഷബാബ് വായിക്കാൻ ആളുകൾ കടന്നു വന്നു. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക്, ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഷബാബിൻ്റെ ആശയങ്ങൾ എത്തി. അതുകൊണ്ട് ഷബാബ് പടർന്ന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ, വിദേശ നാടുകളിൽ പോലും കേരളത്തിൽ നിന്ന് വായിക്കുകയും അതിൻ്റെ ആശയം സ്വാംശീകരിക്കുകയും വിദേശ നാടുകളിൽ പോലും അതിൻ്റെ സ്വാധീനം എത്തുകയും ചെയ്തുവെന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത് നവോത്ഥാനത്തിൻ്റെ ഒരു അന്തർപ്രവാഹം ഷബാബിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് 50 വർഷം ഒരു പുസ്തകത്തിന്, 50 വർഷം ഒരു വാരികയ്ക്ക് പ്രിയപ്പെട്ടവരെ നിലനിൽക്കാൻ സാധിച്ചത്. അത് കേവലമൊന്നല്ല, ഒരു പുസ്തകം എഴുതാനെടുക്കുന്ന കാലമല്ല, അത് ഒരു നോവലിൻ്റെ കാലമേ അല്ല. ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ പുസ്തകങ്ങളെക്കാൾ ഷബാബ് നിലകൊണ്ടു എന്നത് അതിൻ്റെ പിന്നിലെ ത്യാഗം, അതിൻ്റെ പിന്നിലെ സമർപ്പണം, അതിൻ്റെ പിന്നിലെ ആശയപരമായ ഗഹനത, അതിൻ്റെ പിന്നിൽ ചർച്ച ചെയ്യപ്പെട്ട ആശയങ്ങളുടെ വ്യാപ്തി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ചിന്താപരമായ ഔന്നിത്യം, അവരുടെ ദിഷണാപരമായ തിളക്കം, അവർ മുന്നോട്ട് വച്ച ചർച്ചകളുടെ തരംഗങ്ങൾ, അവർ മുന്നോട്ട് വച്ച ആശയങ്ങളുടെ പ്രഭാപൂരങ്ങൾ, അവർ മുന്നോട്ട് വച്ച ദിശയെ സ്വാംശീകരിക്കാൻ വായനാ സമൂഹം കാണിച്ച ആ ആർത്തി, അവരുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം ചേർന്നു വന്നപ്പോഴാണ് ഷബാബ് 50 വർഷത്തെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 1975 മുതൽ 2025 വരെയുള്ള ഷബാബിൻ്റെ ഒരു ജൈത്രയാത്ര അത് കേരളത്തിൻ്റെ ചരിത്രം കൂടിയാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ്, കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ചരിത്രമാണ്, കേരളീയ സർഗാത്മകതയുടെ ചരിത്രമാണ്, കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രമാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഉജ്ജ്വലമായ ശക്തിയെ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഷബാബ് മുന്നോട്ട് പോയത്. കേരളത്തിൽ എത്ര ഇടങ്ങളിൽ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ.
അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുമ്പോൾ ഷബാബ് ആ ചരിത്രത്തെ തുറന്നെഴുതി. ലോകത്തിൻ്റെ ഒരേ ഒരു നാഥൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന ആശയത്തിന് എതിരെ ഷബാബ് ഒരക്ഷരം പറഞ്ഞില്ല. ഷബാബ് അതിൻ്റെ ഏറ്റവും വലിയ സ്ഥാപിതമായ ലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കാലഘട്ടത്തിന് വെളിച്ചമായി തീർന്നു. എന്തെല്ലാം വിഷയങ്ങൾ ഷബാബ് കൈകാര്യം ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാമൂഹിക വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, ചരിത്ര വിഷയങ്ങൾ, നാഗരിക പഠനങ്ങൾ, സാമൂഹിക ശാസ്ത്രം, പ്രകൃതി, മനുഷ്യൻ്റെ ഭക്ഷണം, വസ്ത്രം, മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള സമൂഹങ്ങളുടെ ഏറ്റവും മനോഹരമായ കോ എക്സിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഹാർമണി, ഐക്യം, എല്ലാം ഷബാബിൻ്റെ താളുകളിൽ ഏറ്റവും വെളിച്ചത്തോടെ നിലനിന്നു എന്നത് ചരിത്രമാണ്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം ഷബാബ് ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്ത വിഷയങ്ങളായിരുന്നു. കേരളത്തിൻ്റെ നിയമസഭയിൽ ഷബാബിൻ്റെ ആർട്ടിക്കിളുകൾ ചർച്ചയായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പുസ്തകത്തിൻ്റെ ഒരു വാരികയിൽ എഴുതപ്പെട്ട എഡിറ്റോറിയൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ചയായി എന്നത് അത് കേവലമായൊരു വിജയമല്ല, മറിച്ച് വായനാ സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൻ്റെ പ്രഭാഷണ വേദികളിലും സാംസ്കാരിക സ്ഥാനങ്ങളിലും നിറഞ്ഞു നിന്നിട്ടുള്ളവർ ഷബാബിനെ അനുമോദിക്കുകയും ഷബാബിനെ എപ്പോഴും അനുസ്മരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പതിപ്പ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ, ഗോൾഡൻ ജൂബിലി പതിപ്പ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിലെ ലേഖകരെ നമ്മൾ പരിശോധിച്ച് നോക്കും. കെ.ഇ.എൻ. കുഞ്ഞഹമ്മദ്, എ.പി. ചേക്കുട്ടിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ചരിത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഭാഷാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ വൈവിധ്യ സമ്പൂർണമായ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള മലയാള പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമായിട്ട് ഷബാബിൻ്റെ ഈ 50-ാം വാർഷിക പതിപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫാഷിസം ചർച്ചയാകുന്ന ഷബാബിൻ്റെ പതിപ്പ്, നവോത്ഥാനം ചർച്ചയാകുന്ന ഷബാബിൻ്റെ പതിപ്പ്, അറബി ഭാഷ ചർച്ചയാകുന്ന ഷബാബിൻ്റെ പതിപ്പ്, മാപ്പിള സാഹിത്യ പഠനം ചർച്ചയാകുന്ന ഷബാബിൻ്റെ പതിപ്പ്, ദളിത് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ചയാകുന്ന ഷബാബിൻ്റെ പതിപ്പ്, ഒരു നോവലിന് തുടക്കം എഴുതി വെച്ചിട്ടുള്ള ഷബാബിൻ്റെ പതിപ്പ്, കവിതകൾ എഴുതി വെച്ചിട്ടുള്ള ഷബാബിൻ്റെ പതിപ്പ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പരിണാമങ്ങൾ, ആധുനികത, ഉത്തരാധുനികതയെ പോലെയുള്ള സാഹിത്യ മൂവ്മെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള സാമൂഹികമായ മാറ്റങ്ങളെ ഏറ്റവും മുടിനാരിഴകേറി പരിശോധിക്കുന്ന കിടയറ്റ സമുജ്വലമായ ലേഖനങ്ങൾ, കേരളീയ യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ സംഘടിത ശക്തിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഷബാബ് വരുത്തിയിട്ടുള്ള പരിവർത്തനം, ഷബാബിൻ്റെ പതിപ്പ് എന്ന ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾക്കാമ്പായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷബാബ് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. അത് ചെറിയ മാറ്റമല്ല. വായന ഉണ്ടാക്കുന്നൊരു അത്ഭുതമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫാക്കൽറ്റികളെ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും കൂർമ്മതയുള്ള, ഏറ്റവും ജാഗ്രത കൈവരിക്കുന്ന, ഏറ്റവും വലിയ കോൺഷ്യസ്നസ്, പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, കൾച്ചറൽ കോൺഷ്യസ്നസ്, രാഷ്ട്രീയപരമായ അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ, അതല്ലെങ്കിൽ സാംസ്കാരികമായ അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ വായന സൃഷ്ടിക്കുന്ന വിപ്ലവാത്മകമായ ഒരു മാനസിക പരിവർത്തനമുണ്ട്. വായന മനുഷ്യനെ ഉയർത്തുകയും അവനെ സാംസ്കാരിക സമ്പന്നനാക്കുകയും അവനെ കൂടുതൽ പ്രത്യുൽപാദനക്ഷമമാക്കുകയും അവനെ സജ്ജമാക്കുകയും അവനെ ചിന്താപരമായ ഔന്നിത്യത്തിലേക്ക് നയിക്കുകയും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കലഹങ്ങളോട് ആശയപരമായി കലഹിക്കാനും പുതുപുത്തൻ ആശയങ്ങൾ നിർമ്മിച്ചെടുത്തുകൊണ്ട് സമൂഹത്തെയും വ്യക്തിയെയും നാഗരികതയെയും നവീകരിക്കാനുള്ള ശ്രമങ്ങൾ വായനയിലൂടെ ഉണ്ടാകുന്നു എന്ന് കഴിഞ്ഞ 21 നൂറ്റാണ്ട് വരെയുള്ള ലോക ചരിത്രത്തിൻ്റെ വായനയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇത്തരം വിഷയങ്ങളെ മുഴുവൻ വളരെ മനോഹരമായി, ഏറ്റവും മനോഹരമായി ഈ പതിപ്പിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു എന്നതാണ് ഈ പതിപ്പിനെ ശ്രദ്ധേയമാക്കി നിർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 1975 മുതൽ 2025 വരെയുള്ള മലയാളി വായനയുടെ വായനാലോകത്തിൻ്റെ വികാസ പരിണാമങ്ങൾ, മലയാള സാഹിത്യത്തിൻ്റെ പരിണാമങ്ങൾ, മലയാള ഭാഷയുടെ പരിണാമങ്ങൾ, അറബി ഭാഷയുടെ കടന്നുവരവും അതിൻ്റെ പ്രചാരണവും, അധിനിവേശത്തിൻ്റെ കടന്നുവരവ്, പ്രവാസം, നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രവാസം, മലയാളിയുടെ ജീവിതം പ്രവാസവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് പ്രവാസിയായ മനുഷ്യരുടെ രോദനങ്ങൾ, സങ്കടപ്പാടുകൾ, മുറിവേറ്റ അനുഭവങ്ങൾ, തീക്ഷ്ണമായിട്ടുള്ള കണ്ണീരിൽ ചാലിച്ച ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെക്കപ്പെടുന്നു ഈ പതിപ്പിൽ. മാത്രമല്ല, മലയാളി സാമൂഹികതയെ എങ്ങനെയാണ് ബുദ്ധിജീവികൾ വിശകലനം ചെയ്യുന്നത് എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ലേഖനങ്ങൾ, ഇതെല്ലാം ഒത്തിണങ്ങുന്ന സർഗാത്മകമായ ചരിത്രം, ആധുനിക ലോകത്ത് മലയാളിയുടെ സർഗബോധം എവിടെ എത്തി നിൽക്കുന്നു എന്ന പഠനങ്ങൾ, ചരിത്രം, മുഹമ്മദ് എന്ന പ്രവാചകനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിവിധങ്ങളായ പ്രവാചക ജീവചരിത്രത്തെ എഴുതിയിട്ടുള്ള ലോക രാജ്യാന്തര പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അപഗ്രഥന പഠനങ്ങൾ, അറബി ഭാഷയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ, മാപ്പിള ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്
ഷബാബ് ഒരു പുതിയ മുന്നേറ്റമായി ഈ പതിപ്പ് രംഗത്തിറക്കുകയാണ്. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മലയാളക്കരയിൽ പ്രസിദ്ധീകൃതമായ കിടയറ്റ പുസ്തകങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ, അതിനോട് ആശയപരമായി കലഹിക്കുന്ന രൂപത്തിൽ സത്യത്തെ തുറന്നെഴുതുകയും ജാഗ്രതയോടെ ഒരു എഡിറ്റോറിയൽ വിങ്ങിൻ്റെ സുശക്തമായ ജാഗ്രതയോടെ മലയാളി സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ സാധ്യത തുറന്നേകുന്ന ഒരു പുസ്തകമായിട്ടാണ് ഈ ഗോൾഡൻ ജൂബിലി പതിപ്പ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 26 ഞായറാഴ്ച വൈകുന്നേരം ഷബാബ് തുടങ്ങിയ ഒരു നാടുണ്ട് കേരളത്തിൽ. ഏതാണത്? അരീക്കോട്. OV വിജയൻ്റെ അരീക്കോട്, NV അബ്ദുസ്സലാം മൗലവിയുടെ അരീക്കോട്, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉയർത്തപ്പെട്ട അരീക്കോട്, ഇബ്രാഹിം മാഷ അരീക്കോട്, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആശയപരമായ അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായ അരീക്കോടിൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഷബാബ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഷബാബിൻ്റെ ഈ ഗോൾഡൻ ജൂബിലി പതിപ്പിൻ്റെ പ്രകാശന കർമ്മം അരീക്കോട് വെച്ച് നടക്കുകയാണ്. ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നു. ഷബാബ് എന്ന ചരിത്രം, ഷബാബ് പിറവിയെടുത്ത നാട്, ഇത് രണ്ടും ഒരുമിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ചരിത്രഘട്ടം അരീക്കോട് പിറവിയെടുക്കാനിരിക്കുകയാണ്. ആശയ സമുജ്വലമായ, ചിന്താപരമായ ഔന്നിത്യമുള്ള നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തെ അതിൻ്റെ പ്രഭ ചോരാതെ നിലനിർത്തിയ 50 വർഷങ്ങൾ, ത്യാഗം ചെയ്ത പണ്ഡിതർ, സമർപ്പണം ചെയ്തിട്ടുള്ള ആളുകൾ, ഷബാബിനെ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ള അതിൻ്റെ പ്രചാരകർ, ഫീൽഡിൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ, വെയിലത്തും മഞ്ഞിലും കടുത്ത പ്രയാസത്തിലും പ്രകൃതിയുടെ വേലിയേറ്റങ്ങളിലും ഷബാബ് എന്ന ആദർശ ജിഹ്വയെ നെഞ്ചേറ്റിയ, അതിനോട് വൈകാരികമായി കടപ്പെട്ട എത്രയോ മനുഷ്യരുടെ സങ്കടവുമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ത്യാഗനിർഭരമായ കഴിഞ്ഞ ഗതകാലത്തിൻ്റെ ചരിത്രത്തിൽ കടന്നുപോയ 100 കണക്കിന് പണ്ഡിതന്മാരുടെ ത്യാഗനിർഭരമായ അക്ഷരക്കൂട്ടമാണ് പ്രിയപ്പെട്ടവരെ ഷബാബ്. അതുകൊണ്ട് ആ ഷബാബിൻ്റെ പതിപ്പ് കടന്നു വരുമ്പോൾ നാം കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ പലരും മരണപ്പെട്ടിരിക്കുന്നു. അതിൽ പലരും വലിയ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടവരാണ്. ഇന്നത്തെ ആധുനികതയുടെ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് പൊടിപിടിച്ച എഡിറ്റോറിയൽ മുറിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഷബാബിന് വേണ്ടി എഴുതിയ 100 കണക്കിന് ആളുകൾ, അവരെക്കാൾ കൂടുതൽ അത് വായിച്ച് അതിൻ്റെ പ്രൂഫ് റീഡിംഗ് നടത്തി അതിൽ വ്യക്തത വരുത്താൻ പരിശ്രമിച്ച എത്രയോ ആളുകൾ, പലരും ഇന്ന് കൂടെയുണ്ട്, പലരും ഇന്ന് കൂടെയില്ല. അവർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രം ഇന്ന് ജീവിച്ചിരിക്കുന്ന, ആ ബാക്കി പത്രത്തെ ഏറ്റെടുക്കാനും അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമാകാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ ഷബാബിനെ നിങ്ങൾ നെഞ്ചേറ്റണം, നിങ്ങൾ വായിക്കണം. ഷബാബ് പുലർത്തിപ്പോന്ന അതിൻ്റെ എത്തിക്സ്, ഷബാബ് പുലർത്തിപ്പോന്ന അതിൻ്റെ പ്രമാണ ബന്ധിതമായ വെളിച്ചം, ഷബാബ് പുലർത്തിപ്പോന്ന വിശുദ്ധ ഖുർആനിനോടും പ്രവാചക ജീവിതത്തോടും ആ സുന്നത്തിനോടും കാണിച്ച അടങ്ങാത്ത പ്രതിബദ്ധത, ഉത്കടമായ ഇസ്ലാമിക ചരിത്രത്തോട് കാണിച്ച ഏറ്റവും ശക്തമായ പ്രതിബദ്ധത. ഒരുപാട് പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ വായനക്കാരിലേക്കും വരിക്കാരിലേക്കും ഇതെത്തിക്കാൻ സാധിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഷബാബ് കൊണ്ടുപോയി കൊടുത്ത ഒരുപാട് മനുഷ്യർ, അവർ പലരും ഇന്നുമുണ്ട്. അങ്ങനെയാണ് ഈ ഷബാബ് വളർന്നത്. വായന വളർന്നപ്പോൾ ഷബാബ് വളർന്നു, ഷബാബ് വളർന്നപ്പോൾ വായന വളർന്നു, അതുവഴി വ്യക്തി വളർന്നു, സമൂഹം വളർന്നു, ഒരു നാടിന് വെളിച്ചമായി, തുല്യതയില്ലാത്ത ഒരു വാരികയായി. 50 വർഷം നിങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചു നോക്കൂ. ലോകം ഇന്നെത്തി നിൽക്കുന്ന പുതിയ ഈ യുഗത്തിൻ്റെ മുന്നിൽ, ഈ ജെൻസി കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ മക്കൾക്ക് പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ 5 പതിറ്റാണ്ട് പിറകിലേക്ക് ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, ഒരു റൂമിൽ നിന്ന് ഏതാനും ആളുകൾ ഇരുന്ന് ചിന്തിക്കുക, ഏതാനും മാസങ്ങളുടെ ആലോചനയിൽ നിന്ന് പിറവിയെടുത്ത ഒരു വാരിക ഇന്ന് 50 വർഷം പിന്നിടുമ്പോൾ നിങ്ങളുടെ ആലോചനയും പ്രാർത്ഥനയും, നിങ്ങൾ ആ ചടങ്ങിൽ, അരീക്കോട്ടെ 26 നടക്കുന്ന ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണം. അത് സാന്നിധ്യം എന്താണ്? സാന്നിധ്യം നിങ്ങളും ഷബാബിനെ നെഞ്ചോട് ചേർത്തു എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു ഐക്യപ്പെടലാണ്, അത് സാംസ്കാരികമായ ഒരു സമന്വയമാണ്. ഇനി ഏതു കാലത്താണ് ഷബാബിൻ്റെ പേരിൽ നമുക്ക് ഇതുപോലെ വൈകാരികമായി ഒരുമിച്ചിരിക്കാൻ സാധിക്കുക എന്നറിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഗതകാലങ്ങളുടെ സുഹൃതങ്ങൾ അനുഭവിക്കാതെ കണ്ണീരിൽ ചാലിച്ച് കടന്നുപോയ ത്യാഗവര്യന്മാരായ എഴുത്തുകാരുടെയും ചിന്തകരുടെയും പ്രബോധകരുടെയും ഇസ്ലാമിനോടുള്ള, നമ്മുടെ നാടിനോടുള്ള, ഇന്ത്യയോടുള്ള, നമ്മുടെ സംസ്കാരത്തോടുള്ള അവരുടെ സമർപ്പണമായിരുന്നു ഷബാബ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി പതിപ്പ് പ്രകാശിതമാകുന്ന ആ സമുജ്വലമായ വേദിയിലേക്ക്,
ആ സദസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു വരാനിരിക്കുന്ന ആ പരിശ്രമം ഒരു വലിയ വിജയമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.